ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കൺമഷിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കൺമഷി ഉണ്ടാക്കാൻ കാരണം എനിക്കും എൻ്റെ മോൾക്കും കണ്ണിന് ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ കണ്ടൻ്റ് അടങ്ങിയ കൺമഷികളും ഉപയോഗിച്ച് ഐലൈനറൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തുവായാലും ചേട്ടൻ പറഞ്ഞ് മോൾക്ക് വീട്ടിൽ തന്നെ കൺമഷി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ദേ കോട്ടൺ തുണിയെടുത്ത് കുറച്ച് കറിവേപ്പില പറിച്ചു. എന്നിട്ട് നമുക്ക് ആ തുണിക്കകത്ത് വെച്ച് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കത് നല്ലപോലെ ചുരുട്ടിയെടുക്കാം, തീർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു വിളക്കിൻ്റെ മോൾഭാഗം എടുക്കാം. മോൾഭാഗം എടുത്തിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ കണ്ണിന് എഴുതാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നല്ല കൺമഷി വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് തന്നെ വീണ്ടും ഇൻഫെക്ഷനുകളൊക്കെ ആകും. അപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീൽ പാത്രം വേണം. സ്റ്റീൽ പാത്രം വേറെ എന്തുമായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മുകളിൽ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടു. അതിന് ശേഷം നമുക്കതൊരു നല്ലപോലെ എണ്ണ നല്ലപോലെ ഒന്ന് മുക്കി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. അതിനുശേഷം നമുക്കതൊന്ന് ഒരു പാത്രം വെച്ച് തീ ഒന്ന് കത്തിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കണം പാത്രം. തിരി കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റ് ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ കരി മൊത്തം അതിലോട്ട് ആയിക്കോളും. അപ്പോൾ അതിന് നമുക്കിനി തിരി കത്തി മൊത്തം തീർന്നതിന് ശേഷം പ്ലേറ്റിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം നമുക്ക് കരി ചുരണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ പ്ലേറ്റിന് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരി ചുരണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊത്തം ചുരണ്ടി എടുത്ത് ഒരു ഡപ്പയിലോട്ട് ആക്കണം. ഡപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോ തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓരോ തുള്ളി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എണ്ണ ഒരുപാട് കൂടിപ്പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വീണ്ടും ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ക്കകത്ത് കുറേശ്ശെ എണ്ണ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലൊക്കെ അങ്ങ് പടർന്ന് ഇതാവും. പിന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും കണ്ണെഴുതിയാലും. അപ്പോൾ നമുക്ക് നല്ലപോലെ ചെറുതായിട്ട് ഓരോ തുള്ളി വെച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി കണ്ണെഴുതിയൊക്കെ കാണിക്കാം. ഇങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം. കുറച്ച് വീഡിയോ